ഇന്ന് റിലീസായ മലയാള സിനിമയാണ് പൈങ്കിളി. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. എനിക്ക് ഇന്ന് റിലീസായ 3 സിനിമകളിൽ പേഴ്സണലി കൂടുതൽ പ്രതീക്ഷ ഉണ്ടായത് പൈങ്കിളിയിലാണ്. പക്ഷേ അവസാനം കണ്ടതും പൈങ്കിളിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോണറാണ് കോമഡി. അതിൽ തന്നെ എനിക്ക് സ്ലാപ്സ്റ്റിക് ഹ്യൂമറുകൾ ഭയങ്കര ഇഷ്ടമാണ്. പഴയ സിനിമകളിലെ ടൈപ്പ് കോമഡി. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ആ ഒരു ഫീലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോപ്പർ മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് അത് അംഗീകരിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അത് അവരുടെ കുഴപ്പമൊന്നുമല്ല. ഓരോരുത്തരുടെ ടേസ്റ്റാണ്. എനിക്ക് പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടം ആണ്. ഫാമിലി ഓഡിയൻസിന് കൂടുതൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്കോപ്പ് ഇപ്പോഴും ഉണ്ട്. ഈ സിനിമ ട്രെയിലർ എനിക്ക് നന്നായിട്ട് വർക്കായി. ഇറങ്ങിയ 2 പാട്ടുകളും ബേബി ബേബി സോങ്ങും ഹാർട്ട് അറ്റാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് രണ്ടിനും ഭയങ്കര നെഗറ്റീവ്സും വരുന്നുണ്ടോ അപ്പുറത്തെ ഒരു സൈഡിൽ. ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി വർക്കായി. ജിത്തു മാധവനാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. കഥ, തിരക്കഥ, സംഭാഷണം. അദ്ദേഹത്തിന് തന്നെ ഫ്രണ്ടായ ആവേശത്തിലും രോമാഞ്ചത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ശ്രീജിത്താണ് ഇതിൻ്റെ സംവിധായകൻ. ആവേശത്തിലെ ഹോസ്റ്റൽ വാർഡൻ. അപ്പോൾ ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ USP. പക്ഷെ അതാണ് ഇതിലെ ഏറ്റവും വീക്ക്. തുറന്നു പറയാമല്ലോ, സ്ക്രിപ്റ്റ് എന്നല്ല, റൈറ്റിംഗ്. ജിത്തു മാധവൻ്റെ റൈറ്റിംഗ് ആണ് ഏറ്റവും വീക്ക്. സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ കാണുന്നതാണ്. സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളത് കാണുന്ന ഫൈനൽ സാധനമാണ്. അതിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഇത് പക്ഷേ മാക്സിമം ഇവർ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അത് അപ്ഗ്രേഡഡ് ആയിട്ടുള്ളത് ഡയറക്ഷനിലോ അങ്ങനെ മേക്കിങ്ങിലോ ടെക്നിക്കലി ഒന്നുമല്ല. ടെക്നിക്കലി ഒരു ആവറേജ് ആണ്, ഡയറക്ഷനും ആവറേജ് ആണ്, പാട്ടുകൾ കിടുവാണ്, ബാക്കി ടെക്നിക്കലി ഒക്കെ ആവറേജ് ആണ്, വിഷ്വൽ ആയാലും ഒക്കെ. പക്ഷേ ഇതിലെ പെർഫോമൻസുകൾ, അതിലാണ് പടം അപ്പായിട്ടുള്ളത്. അതിൽ തന്നെ സജിൻ ഗോപുവിൻ്റെ അഴിഞ്ഞാട്ടമാണ്. റോഷൻ, ആവേശത്തിലെ ശാന്തനായിട്ടുള്ള, അവനും തകർത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കോമ്പിനേഷൻ സീൻസ് തിയേറ്ററിൽ കൂട്ടച്ചിരിയായിരുന്നു. സിനിമ തുടങ്ങി ഒരു 10-20 മിനിറ്റ് ഒരു നോർമൽ രീതിയിൽ പോയിട്ട് ഇവർ രണ്ടുപേരും കൂടെ തമിഴ്നാട്ടിൽ പോകുന്ന ഒരു സീനുണ്ട്. അവിടെ തൊട്ട് പടം പിന്നെ അങ്ങോട്ട് ഒറ്റയടിക്ക് കയറുവാണ്. പിന്നെ പടം ഡൗൺ ആവുന്ന അവസാനത്തെ ഒരു 10-20 മിനിറ്റിലാണ്. അതുവരെ തീപ്പൊരിയായിട്ട് പോവുകയാണ്. പിന്നെ ചന്തു ഇവരുടെ കൂട്ടത്തിലുള്ളതാണ്. ചന്തു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനശ്വര ഓക്കെ ആയിരുന്നു. ചില സീൻസിൽ കൊള്ളായിരുന്നു, ചിലയിടത്ത് കയ്യിൽ നിന്ന് പോയിട്ടുമുണ്ട്. ബാക്കി എല്ലാവരും ചിലർ ഓക്കെ, ചിലർ ഭയങ്കര മിസ്കാസ്റ്റ്. എസ്പെഷ്യലി റിയാസ് ഖാൻ, ജോസ് പല്ലിശ്ശേരിയൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ജാഫർ ഇടുക്കി ഇമിറ്റേറ്റ് ചെയ്ത പോലെ തോന്നി. ജാഫർ ഇടുക്കി ഇതിരുന്ന പൊളിച്ചേനെ ആ റോള്. പക്ഷേ മൊത്തത്തിൽ പെർഫോമൻസ്, ഈ മെയിൻ ആൾക്കാരുടെ പെർഫോമൻസ് പടം അപ്പാക്കിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. പക്ഷേ അവസാനത്തെ ഒരു അരമണിക്കൂർ അത് ഈ ജിത്തുമാധവൻ്റെ റൈറ്റിങ്ങിലെ ഒരു പോരായ്മ കൊണ്ട് വീണ്ടും സിനിമ തീരുമ്പോഴത്തേക്ക് അതുവരെ ഭയങ്കര നമ്മൾ ചിരിപ്പിച്ചിട്ട് പെട്ടെന്നൊരു കരയിപ്പിക്കുകയൊന്നുമല്ല, പക്ഷെ ഒരു നിർവികാരമായിട്ട് അങ്ങനെ ഒരു സാധാ രീതിയിൽ തീർന്നു പോയൊരു ഫീലാണ്. പക്ഷെ ആകത്തൊക്കെ ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഞാൻ പ്രതീക്ഷിച്ച എന്താണോ അതിൻ്റെ ഒരു 70% എനിക്ക് കിട്ടി. ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. ഒരു എബോ ആവറേജ് സിനിമ കണ്ട ഫീലിലാണ് ഞാൻ സിനിമ കണ്ട് ഇറങ്ങിയത്. അപ്പോൾ പൈങ്കിളിക്ക് എൻ്റെ റേറ്റിംഗ് 3.1 ഔട്ട് ഓഫ് 5 ആണ്.